ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കദഫ്, വ്യഭിചാര ആരോപണം. ഇപ്പൊ വ്യഭിചാരത്തിന്റെ ശിക്ഷയല്ലേ പറഞ്ഞ്, ഇനി വ്യഭിചാര ആരോപണം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ വ്യഭിചാരത്തൊക്കെ നടക്കുന്നത്. വ്യഭിചാര ആരോപണമാണ്. മാന്യമായി ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രത്തിലൊക്കെ എഴുതി വിടുക, ഇല്ലാ കഥകൾ എഴുതി പ്രചരിപ്പിക്കുക. അത് വലിയ തെറ്റാണത്. ഒരാൾ സിനാ ചെയ്തെങ്കിൽ അയാളും പടച്ചവനുമായിട്ടുള്ള കാര്യമാണത്. അയാൾ തൗബ ചെയ്ത് പടച്ചവന് രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, അത് വലിയ തെറ്റാണ്. അവരുടെ ശിക്ഷയെക്കുറിച്ചാണ് ഈ പറയാൻ പോണത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാൾ സ്വയേഷ്ടപ്രകാരം ഒരു മുഹ്സിനായ ഒരാളെ കുറിച്ച്, മാന്യമായി ജീവിക്കുന്ന ഒരാളെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മാന്യനായ വ്യക്തി, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കാൻ കഴിയാത്തൊരു മുഹ്സിനായ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു മാന്യനായ വ്യക്തി, അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരാണ്, ഒരു പെണ്ണ്. ആ ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ ഒരാള് അപവാദ കഥകൾ പ്രചരിപ്പിക്കുകയാണ്, പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. എന്നാൽ ഇവൻ എന്ത് ചെയ്യണമെന്നറിയോ? പറഞ്ഞവനെ 80 അടി അടിക്കണം. സമാനീന ജൽദ, 80 അടി പറഞ്ഞവനെ അടിക്കണം. എപ്പോ? ഇവൻ ആ പറഞ്ഞ ആരോപണത്തിന് 4 സാക്ഷികളെ കൊണ്ടുവരാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ, ഇവൻ ഒരാള് പറഞ്ഞാലും 2 ആള് പറഞ്ഞാലും 3 ആള് പറഞ്ഞാലും പറഞ്ഞാക്ക് 80 അടി. പറഞ്ഞാക്ക് 4 ആള് പറഞ്ഞു, ആ 4 ആൾ അതിന് തെളിവ് കൊണ്ടുവന്നാൽ ആരെയാണോ ആരോപിച്ചത് അവന് ശിക്ഷ നടപ്പിലാക്കാം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടാൽ എന്ത് ചെയ്യരുന്നർത്ഥം? ഒറ്റയ്ക്ക് കണ്ടാൽ, പരസ്യമായി നമ്മൾ കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ എന്ത് ചെയ്യരുത്? മിണ്ടരുത്. മിണ്ടിയാൽ നമ്മൾ കുടുങ്ങും. അല്ലെങ്കിൽ 3 കൂട്ടിയാലും അവർ എണീറ്റ് പോകൂലേ? അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുക? നമ്മൾ കൃത്യമായി കണ്ടാൽ പോലും എന്ത് ചെയ്യരുത്? മിണ്ടിയാൽ 80 അടി നമുക്ക് കിട്ടും. അതിൽ നല്ല മിണ്ടാതിരിക്കലല്ലേ? അവരായിക്കോട്ടെ, അവരെ പഠിച്ചവനായിക്കോട്ടെ. 3 പേര് കണ്ടാൽ പോലും 3 പേർക്ക് 80 അടി വീതം കിട്ടും. 4മനും കൂടി ഉണ്ട്. കൃത്യമായി തെളിവുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. കൃത്യമായി കാണണം, വളരെ വ്യക്തമായി കാണണം. അങ്ങനെ കാലിലെടുക്കൽ ബോധിപ്പിക്കണം. സമാനീന ജൽദ, 80 അടി കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതിലാണ് ഇങ്ങനെ ഒരു 80 അടി ഒരാളെ സമൂഹ മധ്യത്തിൽ വെച്ചതും പരസ്യമായിട്ട് കൊടുക്കണം. 80 അടി പരസ്യമായിട്ട് കൊടുക്കണം. പിന്നെ ആരും ഇത് പറയാൻ നിൽക്കുമോ? ആരും ഈ പരിപാടിക്ക് നിൽക്കൂല, പറയാൻ നിൽക്കൂല. അവരായിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അത് അത് ഏറ്റവും മോശമാണ്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഒരാൾ തെറ്റിയത് അയാളുടെ സ്വകാര്യതയാണ്. അത് പറഞ്ഞെടുക്കാന്ന് പറഞ്ഞാലോ മോശമാണല്ലോ. സ്വതന്ത്രനാണെങ്കിൽ 80 അടി കൊടുക്കണം, അടിമയാണെങ്കിൽ 40 അടിയും കൊടുക്കണം എന്നാണ് അതിന്റെ നിയമം. ഇനി 4 സാക്ഷികളുണ്ടെങ്കിലോ? 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ശിക്ഷ നടപ്പിലാക്കപ്പെടണം. ആ 4 സാക്ഷികൾ കൃത്യമായി തെളിവ് സഹിതം തെളിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കപ്പെടണം. ഇനി കദഫ് പറയപ്പെട്ട ആള് സ്വയമായി ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല. എന്നെ കുറിച്ച് ഒരാൾ കദഫ് പറഞ്ഞാൽ ഞാൻ തന്നെ 80 അടി അടിക്കാൻ പാടില്ല. അത് കോടതിയിലെത്തണം, കോടതി വിചാരണ നടപടികൾ പൂർത്തീകരിക്കണം. ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഞാനല്ല, കോടതിയാണ്. വ്യക്തികൾക്ക് ഒരു നിയമം നടപ്പിലാക്കാനുള്ള അധികാരമില്ല. ഇനി ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കുറിച്ച് എന്ത് ചെയ്തു? ഈ രീതിയിൽ ആരോപണം പറഞ്ഞു. സ്വന്തം ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞാലും ഭർത്താവിന് എന്ത് ചെയ്യാൻ കഴിയണം? തെളിയിക്കാൻ കഴിയണം. 4 പേരുണ്ടാകാം, സാക്ഷി കൊണ്ടുവരാൻ കഴിയണം. അല്ലെങ്കിൽ പറയാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ തലാഖിൽ ഒഴിവാക്കാം. അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ ഭാര്യയിൽ നമ്മളെ ഭർത്താവ് കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് തലാഖിൽ ഒഴിവാക്കാം. അത് പറഞ്ഞ് നടക്കണമെങ്കിൽ നമുക്കത് തെളിവ് സമർപ്പിക്കാൻ കഴിയണം. അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. 4 പേരെ സാക്ഷിയാക്കാനെന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ വരുമ്പോൾ ഈ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഇസ്ലാമിക രാജ്യത്തോലും ഉണ്ടാവുകയുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ. അല്ലാതെ നടക്കും. അതിനാണ് പരലോകം ഉള്ളത്. അവരാരും രക്ഷപ്പെട്ടു പോകുന്നില്ല. പരലോകത്ത് അവരെ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. ഒരു അന്യ സ്ത്രീയെയും പുരുഷനെയും ഒരു റൂമിൽ ഒറ്റയ്ക്ക് കണ്ടാൽ പറയാൻ പാടില്ല. വിവസ്ത്രരാണെങ്കിൽ പോലും പറയാൻ പാടില്ല. അവരടുത്തടുത്ത് കിടക്കുന്ന കണ്ടാൽ പറയാൻ പാടില്ല. ഇതൊന്നും തെളിവല്ല. ഇവിടെ സിന എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് മാത്രമേ, അത് കൃത്യമായി കാണുന്നൊരവസ്ഥയിൽ മാത്രമേ 4 പേര് കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കാണാൻ നമ്മൾ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലെങ്കിൽ 80 അടി പറഞ്ഞ ആള് കൊള്ളേണ്ടി വരും എന്നാണ് അർത്ഥം.
ഇനി നബിസ്വല്ലാസ്ലമിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നബി എന്റെ ഭാര്യ ഒരു ദുസ്വഭാവിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, തലാക്കല്ലി വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാലും ഇനി ഒഹിബു, എനിക്ക് അവളോട് ഇഷ്ടമാണ് നബി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കൂടെ കുട്ടിക്കോളാൻ പറഞ്ഞു. പിന്നെ എന്താ പറയാ? അപ്പൊ അതിൽ തലാക്കെല്ലാം അവകാശമുണ്ട് എന്നാ പറഞ്ഞതിനർത്ഥം. അത് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭാര്യമാരിൽ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞടക്കാതിരിക്കലാണ് നല്ലത്, അത് പരസ്യപ്പെടുത്താതിരിക്കലാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുട്ടിയെ നിഷേധിക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കാൻ വേണം. കുട്ടി നമ്മുടേതല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെയുള്ള ഘട്ടത്തിൽ. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യണം, അതനുസരിച്ച് നീങ്ങിക്കൊള്ളണം. അന്യന്റെ കുട്ടിയെ വളർത്തേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത്. പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പിന്നെ വാപ്പയില്ലാത്തൊരവസ്ഥ വരും. നമുക്ക് ആ പെൺകുട്ടിയെ എനിക്ക് ഏതൊക്കെ അവകാശം ഉണ്ടാവില്ല. നമ്മൾ ആ കുട്ടിയുടെ വാപ്പയല്ലല്ലോ, പിതാവ് വേറെയാണ്. അപ്പൊ നമുക്ക് ആ കുട്ടിയെ കാണാൻ പറ്റും, പെൺകുട്ടിയാണെങ്കിൽ കാണാൻ പറ്റൂല, ആ പെൺകുട്ടിയെ നിക്കാഹ് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി വേറൊരു വിഷയം, അത് കഴിഞ്ഞു. ഇതാ